നമസ്കാരം ടീച്ചർമാരെ. നമ്മുടെ ആപ്പിൽ കാണുന്ന പോലെ ഇപ്പോഴത്തെ വേർഷൻ 20.11 ആണ്. ഏറ്റവും പുതിയ വേർഷൻ 20.2 വന്നിട്ടുണ്ട്. അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പോർഷൻ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് തന്നെയാണ് പോർഷൻ ട്രാക്കറിന് സെർച്ച് ചെയ്യുക. പോർഷൻ ട്രാക്കറിന് സെർച്ച് ചെയ്യുന്ന സമയത്ത് പോർഷൻ ട്രാക്കറിൻ്റെ ആപ്പ് വരും. ആ വരുന്ന സമയത്ത് അപ്ഡേറ്റ് കൊടുക്കുക. നേരെയുള്ള അപ്ഡേറ്റ് അമർത്തിക്കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് 100% ആവുന്ന സമയത്ത് അപ്ഡേറ്റ് ആയിക്കോളും. ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പെർസെൻറ്റേജ് കൂടി 100% ആവുന്ന സമയത്ത് അപ്ഡേറ്റ് ആയിക്കോളും. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നോക്കി നോക്കാം. ഈ പോർഷൻ ട്രാക്കർ ആപ്പ് അപ്ഡേറ്റ് ആയി എന്താണ് പുതുതായിട്ട് ഈ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് നോക്കി നോക്കാം. ജസ്റ്റ് നമുക്ക് വാട്ട്സ് ന്യൂ എന്ന് അമർത്തി നോക്കി നോക്കാം. വാട്ട്സ് ന്യൂവിൽ വന്നിരിക്കുന്നത് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പറയുന്നത് ഗസ്റ്റേഷണൽ വെയിറ്റ് ഗെയിൻ ഇൻ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പ്രഗ്നൻറ്റ് വുമൺ കാറ്റഗറി. അതായത് ഒരു PMൻ്റെ ഗർഭിണിയായ സ്ത്രീയുടെ ഗർഭകാലത്തെ വെയിറ്റ് ഗെയിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കും. അതേപോലെ അടുത്തത് നമ്മൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യേണ്ട അറ്റൻഡൻസ് ഇടുന്ന സമയത്ത് അതിന് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് ഇസ് എനേബിൾഡ് ഇൻ അംഗൻവാടി സെൻറ്റർ ഫോർ ഫോട്ടോ ക്യാപ്ചർ. അതായത് ലൊക്കേഷൻ എനേബിൾ ആയിട്ട് ലൊക്കേഷൻ ബേസ് ചെയ്ത് ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും എനേബിൾ ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഗ്രോത്ത് ചാർട്ട് ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കുട്ടികൾക്ക് അവരുടെ ഹൈറ്റും വെയിറ്റും അതായത് സ്റ്റണ്ടിങ് ആണോ വേസ്റ്റിംഗ് ആണോ ഡീറ്റെയിൽസ് ഒരു 3 മാസത്തെ കണക്കായിട്ട് കറക്റ്റായിട്ട് കൊടുത്തിരുന്നു. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതിലൂടെ ഈസി ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നോർമൽ ബഗ് ഫിക്സസ് ആണ്. ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. നമുക്ക് അപ്പോൾ പോർഷൻ ട്രാക്കർ ആപ്പിലേക്ക് നേരിട്ട് പോയിട്ട് ഇതെങ്ങനെയൊക്കെയാണെന്ന് കാര്യങ്ങൾ നോക്കാം. അതിനുവേണ്ടി നമുക്ക് പോർഷൻ ട്രാക്കർ ആപ്പ് ലോഗിൻ ചെയ്ത് നോക്കാം. ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുന്ന സമയത്ത് പോർഷൻ ട്രാക്കർ ആപ്പ് ലോഗിൻ ചെയ്യാൻ വരും. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസർ നെയിമും അതേപോലെ MPIനും അടിച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഒപ്പം തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ച് നമുക്ക് കാണാം, പുതിയ വേഷം വന്നിട്ടുണ്ട് അടിയിൽ 20.2 എന്ന്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി യൂസർ നെയിമും MPIനും അടിച്ചിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഓരോ അപ്ഡേറ്റും ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഫസ്റ്റത്തെ അപ്ഡേറ്റിൽ പോർഷൻ ട്രാക്കർ അപ്ഡേറ്റിൽ വന്നിരുന്നത് ഗസ്റ്റേഷണൽ വെയിറ്റ് ഗെയിൻ PMൻ്റെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പ്രഗ്നൻറ്റ് മദേഴ്സ് കാറ്റഗറിയിൽ പോയി നോക്കാം. ബെനിഫിഷ്യറീസിൽ പോവാം. ബെനിഫിഷ്യറീസിൽ പോയതിന് ശേഷം അവിടെ നമുക്ക് PMൽ പോവാം. PMൽ അമർത്തിക്കഴിഞ്ഞാൽ 2 PM ഉണ്ട്. അപ്പോൾ അതിലത്തെ ഒരു PMൻ്റെ സൈഡത്തെ 3 കുത്തുണ്ടല്ലോ, അതിലൊന്ന് അമർത്തുകയാണ്. ആദ്യത്തെ ആളുടെ അമർത്തുകയാണ്. അതിൽ ഏറ്റവും താഴെ ഗസ്റ്റേഷണൽ വെയിറ്റ് ഗെയിൻ എന്ന് കാണാം. ഗസ്റ്റേഷണൽ വെയിറ്റ് ഗെയിൻ അമർത്തുക. ഗസ്റ്റേഷൻ വെയിറ്റ് ഗെയിൻ അമർത്തിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് വരും. അതായത് അവരുടെ ഫസ്റ്റ് ANC 1ൻ്റെ സമയത്തുള്ള ഹൈറ്റും സെൻറ്റിമീറ്ററിൽ അതേപോലെ വെയിറ്റ് കിലോഗ്രാമിൽ അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിനൊരു അത് ചെയ്തതിന് ശേഷം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരുന്നതാണ് ഈ പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് എല്ലാവരും അതിനു വേണ്ടി ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും ബാക്കിലേക്ക് പോവാം. ബാക്കിൽ പോയിട്ട് നമുക്ക് അടുത്ത ആളുടെ നോക്കുന്ന സമയത്ത് ഇതേപോലെ കാണാം. എല്ലാ ആൾക്കാരെയും ഇങ്ങനെ കാണും. ഇവരുടെ ഇതേപോലെ ഇതൊക്കെ അമർത്തിയിട്ട് ANC 1ത്തെ ഡേറ്റും ഇതൊക്കെ എടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തതിനാൽ ഇവിടെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടും. ഇതാണ് ഫസ്റ്റ് അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന ഗസ്റ്റേഷണൽ വെയിറ്റ് ഗെയിൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗസ്റ്റേഷണൽ വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് വെയിറ്റ് ഗെയിൻ, അതായത് ഈ പ്രഗ്നൻസി ടൈമിലത്തെ അതാണ് ഗസ്റ്റേഷണൽ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം. അടുത്തത് പറഞ്ഞാൽ ലാഗ്നിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് അവൈലബിൾ ഇൻ അംഗൻവാടി സെൻറ്റർ ക്യാപ്ചർ. അതാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് അറ്റൻഡൻസിൽ പോവുക. അറ്റൻഡൻസിൽ സമയത്ത് അംഗൻവാടി സെൻറ്റർ ഫോട്ടോ ക്യാപ്ചേർഡ് എടുക്കുക. ക്യാപ്ചർ എടുക്കുക നമ്മൾ നോർമൽ എടുക്കുന്ന പോലെ എടുക്കുക. അപ്പോൾ ആ ഫോട്ടോ എടുക്കാൻ വരും. അപ്പോൾ ഫോട്ടോ എടുക്കുക. ഫോട്ടോ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് എടുക്കുക. ഇത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അംഗൻവാടി ലൊക്കേഷനിലായിരിക്കണം. കാരണം ലൊക്കേഷൻ കൂടി എനേബിൾ ആവും. നമ്മൾ ഫോട്ടോ എടുത്തു, ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. ഫോട്ടോ കറക്റ്റായിട്ട് എടുത്തിട്ട് ഫോട്ടോ എടുത്തതിന് ശേഷം ഇങ്ങനെ വരും. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ്. നോർമൽ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് സബ്മിറ്റ് ആയിക്കോളും. ഇതിന് സമയത്ത് നമുക്ക് ലൊക്കേഷൻ നമുക്ക് ആക്സസ് കൊടുക്കാൻ ഒരു മെസ്സേജ് വരും. അപ്പോൾ അവിടെ വൈൽ യൂസിങ് ദ ആപ്പ് കൊടുക്കുക. അതിനുശേഷം അംഗൻവാടി സെൻറ്റർ ഫോട്ടോ ക്യാപ്ചേർഡ് സക്സസ്ഫുള്ളി എന്ന് വരും. ഇതാണ് വന്ന പുതിയ അപ്ഡേറ്റ്. അതായത് ഫോട്ടോ ക്യാപ്ചറിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് പറഞ്ഞാൽ ഗ്രോത്ത് ചാർട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ചിൽഡ്രൻസ് കാറ്റഗറി. അതായത് നമ്മൾ സാധാരണ ചിൽഡ്രൻസ് കാറ്റഗറിയിൽ ഉണ്ടായിരുന്നതിൽ ഒരു ചാർട്ട് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ പേരെടുക്കുക. പേരെടുത്ത ഫസ്റ്റ് കുട്ടിയുടെ പേരെടുത്ത് സൈഡത്തെ 3 കുത്തമർത്തിയിട്ട് ഗ്രോത്ത് ഹിസ്റ്ററി എടുക്കുക. ഗ്രോത്ത് ഹിസ്റ്ററി നോർമലി വരുന്നത് കാണുന്നുണ്ട്. അതല്ലാതെ നമുക്ക് അതിൻ്റെ ചാർട്ട് റെപ്രസെൻറ്റേഷൻ കിട്ടും. ഇതാ കണ്ടോ, ഇങ്ങനെ ചാർട്ട് റെപ്രസെൻറ്റേഷൻ കിട്ടും. അത് ഓരോന്നിൻ്റെ ആയിട്ട് 3 മാസത്തെ കറക്റ്റായിട്ട് കിട്ടും. അതിൽ നമുക്ക് ആ ചാർട്ടിൽ ഓരോ സമയത്ത് നമുക്ക് ജസ്റ്റ് കുറേ ഡോട്ടുകൾ കണ്ടു. ആ ഒരു ഡോട്ടിൽ അമർത്തുന്ന സമയത്ത് നമുക്ക് തന്നെ ആ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ആ കുട്ടിയുടെ ഇപ്പോഴത്തെ ഓരോ സമയത്ത് എത്രയായിരുന്നു ഹൈറ്റ്, വെയിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഓരോ ഡോട്ടിൽ അമർത്തിയാണ് കിട്ടും. അപ്പോൾ കറക്റ്റ് നമുക്ക് വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ചാർട്ട് നമുക്ക് ഗ്രോത്ത് ഹിസ്റ്ററിയിൽ എല്ലാ കുട്ടികളുടെയും ആ ചാർട്ട് ഹിസ്റ്ററിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഓരോ ഡോട്ടിൽ അമർത്തുന്ന സമയത്ത് ഡേറ്റ്, ഏജ്, വെയിറ്റ്, ഹൈറ്റ്, പിന്നെ അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് സ്റ്റണ്ടിങ്ങിൻ്റെയും വേസ്റ്റിങ്ങിൻ്റെയും അണ്ടർ വെയ്റ്റിൻ്റെയും 3ലും ഇത് നമുക്ക് ആ ഡോട്ടിൽ അമർത്തുന്ന സമയത്ത് ഓരോ ഡോട്ടിൽ അമർത്തുമ്പോൾ ഓരോ ദിവസത്തെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് നമുക്ക് വ്യക്തമായൊരു ധാരണ കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും.
കാരണം മുമ്പ് നമുക്ക് വെറുതെ എഴുതിയിട്ടായിരുന്നു. ഇപ്പോൾ കറക്റ്റ് ആ ഗ്രോത്ത് ചാർട്ട് ലൈനോടെ കളറൊക്കെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ അപ്ഡേറ്റിൽ അതും കൂടി അവർ അപ്ഡേറ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പുതുതായി വന്ന അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ വട്ടം എല്ലാവരും അംഗൻവാടി കറക്റ്റായി തുറക്കുക. അതായത് ഗ്രോത്ത് മോണിറ്ററിങ്, ഹോം വിസിറ്റൊക്കെ കറക്റ്റായി ചെയ്തിട്ട് എല്ലാവർക്കും ഇൻസെൻറ്റീവൊക്കെ കിട്ടുക. അതേപോലെ ആധാർ വെരിഫിക്കേഷൻ, മൊബൈൽ വെരിഫിക്കേഷൻ, ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്